അതിനുവേണ്ടിയാണ് കുറച്ചുകൂടി സ്ഥലവും സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണോ ട്രക്ക്? ചേട്ടാ 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 ഇപ്പോൾ ഇതാ ട്രക്ക് കുറച്ചുകൂടി മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. നമുക്ക് ഈ ക്യാബിന്റെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാബിൻ അകത്ത് സീറ്റുകൾ കാണാം. അതുപോലെ തന്നെ ഇതിനകത്ത് ശരീരഭാഗങ്ങൾ രാവിലെ ചില അസ്ഥിയോട് സാമ്യമുള്ള ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ രാവിലെ കണ്ടിരുന്നു. ഏതായാലും അത് കൂടുതൽ ഇത് കിട്ടണമെങ്കിൽ ഇത് മുഴുവൻ വെട്ടി പൊളിച്ചതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നടപടികളാണ് ഇനി നടക്കേണ്ടത്. ഇതിപ്പോൾ കൂടുതൽ ഈ ദേശീയപാതയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള തരത്തിൽ ഉള്ള നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു. അതായത് ഇവിടെ അപ്പുറത്തൊരു ബാരിക്കേഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മുന്നോട്ട് ഇത് വലിച്ചു കയറ്റാനുള്ള സാധ്യതയാണുള്ളത്. ഏതായാലും ഇതിന്റെ ടയറുകൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ്. ഇതിന്റെ ബാക്കിലെ 4 ടയറുകൾ പൂർണ്ണമായും അത് നശിച്ച നിലയിൽ തന്നെയാണുള്ളത്. ഇപ്പോൾ ഈ ക്യാബിന്റെ ദൃശ്യങ്ങൾ തന്നെ നോക്കിയാൽ ക്യാബിൻ പൂർണ്ണമായും നശിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ക്യാബിനുള്ളത്. അതുപോലെ തന്നെ പിൻവശത്തെ ടയറുകളെല്ലാം തന്നെ ഇങ്ങനെ വളരെ മോശപ്പെട്ട ഒരു സ്ഥിതിയിൽ തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും ഇപ്പോൾ ഇന്ന് ആദ്യ 2 മണിക്കൂർ ഇന്ന് രാവിലത്തെ ആദ്യ 2 മണിക്കൂർ കൊണ്ട് നടത്തിയ ഈ ശ്രമത്തിലാണ് ഈ കൃത്യമായിട്ട് ഈ ലോറി ക്യാബിൻ മുകളിലേക്ക് എത്തിക്കാൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുകളിലേക്ക് കയറ്റുന്നതിനിടെ ഇതിന്റെ ടയറുകൾ ഊരിപ്പോയിട്ടുണ്ട്. അതിന്റെ റിമ്മുകൾ വളഞ്ഞ സ്ഥിതിയിൽ കൂടിയാണ്. ഏതായാലും ഇത് ഇപ്പോൾ പൂർണ്ണമായും ഈ ദേശീയപാത ഓരത്തേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഇത് എത്ര ദൂരം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഏതായാലും നിലവിൽ ഇതിന്റെ ടയറുകൾ ഊരിപ്പോയി. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും മുകളിലേക്ക് എത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. രാവിലെ 8:30 തുടങ്ങിയ ശ്രമമാണ് ഇപ്പോൾ അത് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിപ്പോൾ മുഴുവനായും കരയിലേക്ക് എത്തിയിരിക്കുന്നു. ദേശീയപാത ഓരത്തേക്ക് എത്തിക്കാൻ ആയിട്ടുണ്ട്. ഈ വശങ്ങളിൽ നോക്കുമ്പോൾ ഇതിന്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് നിലവിൽ ഇതുള്ളത്. ഇപ്പോൾ ഈ ക്രെയിനിൽ നിന്ന് ഇത് മാറ്റി ഘടിപ്പിക്കുന്ന നടപടികളാണെന്ന് തോന്നുന്നു അവിടെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഈ വാഹനം തകർന്ന നിലയിൽ തന്നെയാണ്. ഇനി ഈ കാണുന്ന ക്യാബിൻ വെട്ടിമുറിച്ചാൽ മാത്രമേ അതിനുള്ളിൽ ബാക്കി ശരീരഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് രാവിലെ അർജുന്റെ ബന്ധുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് ശരീരഭാഗങ്ങളിൽ ചിലത് കണ്ടതായി അവർ പറയുന്നുണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ പോലീസിനെയും അറിയിച്ചിട്ടുണ്ട്. അതുകൂടി നോക്കിയ ശേഷമായിരിക്കും വണ്ടി പൊളിക്കുക. അതായത് വശങ്ങളിൽ ഈ ക്യാബിന്റെ ചില വശങ്ങളിൽ ചില അസ്ഥി ഭാഗങ്ങൾ കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, ഇതിന്റെ തൊഴിലാളികൾ തന്നെ ഈ ക്യാബിന്റെ മുകളിൽ കയറി ഇന്ന് അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൈയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നുമല്ല ഇതിനകത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വെട്ടിപ്പൊളിക്കേണ്ടി വരും എന്ന് പറയാനുള്ള ഒരു പ്രധാന കാര്യം. നിലവിലേതായാലും ആര്യ ഈ വാഹനം പൂർണ്ണമായും ദേശീയപാതയോരത്തേക്ക് മാറ്റിയിട്ടുണ്ട്, വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ദൗത്യം, ഈ വാഹനം കയറ്റാനുള്ള ദൗത്യം ഏതായാലും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് വെട്ടിപ്പൊളിച്ച് ഇതിനുള്ളിൽ നിന്ന് ശരീരഭാഗങ്ങൾ പുറത്തെടുക്കുക എന്നുള്ളത്. ഇന്നലെ പൂർണ്ണമായും ശരീരഭാഗങ്ങളൊന്നും ഇന്നലെ കിട്ടിയിരുന്നില്ല. ചില ഭാഗങ്ങൾ മാത്രമാണ് ഇന്നലെ കിട്ടിയത്. അതിൽ ശിരസ് ഉൾപ്പെടെയുള്ളവ ഇന്നലെ കിട്ടിയിരുന്നില്ല എന്ന് ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ടോ എന്നുള്ളൊരു പരിശോധന വേണം. ഈ മണ്ണ് ചേറ് ഇതിൽ പുതഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതി കൂടി ഈ ക്യാബിനുള്ളിലുണ്ട്. ഇതെല്ലാം മാറ്റിയ ശേഷം മാത്രമേ അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആ നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
ശരി, അതായത് പൂർണ്ണമായും അർജുൻ്റെ ഈ ഭാരത് ബെൻസിൻ്റെ ഈ ട്രക്ക് ഇപ്പോൾ ദേശീയപാതയോരത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വളരെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ തകർന്നു പോയിട്ടുണ്ട് ആ ട്രക്ക്. ഇതിനകത്ത് ഈ കാണുന്ന മുൻഭാഗത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു അർജുൻ. കാരണം നമുക്ക് ഓർമ്മയുണ്ട്, അർജുൻ്റെ പല സുഹൃത്തുക്കളും സംസാരിച്ചിരുന്നത് ആ ദിവസം, മണ്ണിടിച്ചിലുണ്ടായ ദിവസം രാവിലെ അർജുൻ ഇതിനകത്ത് ഉറങ്ങുകയായിരുന്നു. മഴ പെയ്യുന്നത് കണ്ട് ഇവർ പോകുന്നതിന് മുൻപ് പലതവണ ഈ അതിൻ്റെ വിൻഡോയിലൊക്കെ മുട്ടി. പക്ഷേ അർജുൻ അത്രയും ഗാഠനിദ്രയിലായിരുന്നുകൊണ്ട് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ പുറപ്പെട്ട് പോവുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്തായിരിക്കണം ഒരു പക്ഷേ ആ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അപ്പം ഇതിനകത്ത് നേരത്തെ പറയുമ്പോൾ വലിയ വേദനയാണ്. അസ്ഥിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടതായി സംശയിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ കൃത്യമായി അത് നോക്കേണ്ടതുണ്ട്. എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ പോലീസ് അടക്കം ഉള്ള ഭരണകൂട സംവിധാനങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ കട്ടർ ഉപയോഗിച്ച് ഇത് വെട്ടിപ്പൊളിക്കും. അത് കഴിഞ്ഞ് പൂർണ്ണമായ പരിശോധനയൊക്കെ നടത്തും എന്നുള്ളതാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് അർജുൻ്റെ DNA സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടികളും കാർവാറിലെ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക്